ഒപ്പം ജിബിൻ ജെബി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിബിൻ, നീതുവിന്റെ കാര്യം മലയാളി വളരെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. നീതുവിന് 9 വിരലുകളാണ് നഷ്ടപ്പെട്ടത്. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ആശുപത്രിയിൽ ഒരു തരത്തിലുള്ള സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ നീതുവിന്റെ കുടുംബം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പരാതിയൊക്കെ നൽകി കുടുംബവും നീതുവും ഒക്കെ. പക്ഷേ അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ക്ലിനിക്കിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് അവർ പരാതി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തത് ജിബിൻ? ആര്യ, ഈ സർജറി നടക്കുന്നത്, നീതുവിൻ്റെ സർജറി നടക്കുന്നത് ഫെബ്രുവരി 22-ാം തീയതിയാണ്. ആ സമയത്ത് ഈ ആശുപത്രിയിൽ, ഈ കോസ്മെറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന കഴക്കൂട്ടം അരശുമൂടുള്ള ആശുപത്രിക്ക് അവിടെ വെച്ച് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായതാണ്. DMO ഇടപെട്ടുകൊണ്ട്, അതായത് ഏറ്റവും അടുത്ത കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച മാത്രമാണ്, അതായത് ഈ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ മാത്രമാണ് മെഡിക്കൽ ബോർഡ് പെട്ടെന്ന് ഈ ആശുപത്രിക്ക് അത്തരത്തിലൊരു ലൈസൻസ് നൽകുകയുണ്ടായത്. അതായത് ഈ നീതുവിൻ്റെ സർജറി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു രോഗിയെ കിടത്തിക്കൊണ്ട് സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ആ ആശുപത്രിക്ക് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ വ്യക്തമാകുന്നത്. പിന്നീട് ഈ കുടുംബം വലിയൊരു നിയമ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസങ്ങളായി ഈ ഒരു കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായി അവർ പറയുന്നത്, ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവർ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് എന്നുള്ളൊരു കാര്യം കുടുംബം അറിഞ്ഞ ഉടൻ തന്നെ അവർ തുമ്പ പോലീസിൽ പരാതി നൽകുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം കൂടി ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടോ പോലീസ് തയ്യാറായില്ല. കുടുംബം പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവരുടെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ സമയം ആശുപത്രി അധികൃതർക്ക് പോലീസ് നൽകി എന്നുള്ള ഒരു ആരോപണം കൂടി നീതുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പിന്നീടാണ് ഇവർ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ കുടുംബം നേരിട്ട് പരാതി നൽകിയത്. പക്ഷേ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ മാത്രമാണ്. കാരണം ഈ മെഡിക്കൽ ബോർഡൊക്കെ ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് എത്തിക്സ് ബോർഡ് ഇടപെട്ടുകൊണ്ടാണ് ആശുപത്രിയുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അതിൽ അന്വേഷണത്തിലൊക്കെ ഉണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞത് ഇപ്പോൾ ജിബിനാണ്. നീതുവിന്റെ കാര്യം ലക്ഷങ്ങളാണ് ചെലവഴിച്ചത്. ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ടും ബാക്കി ദുരിതം മാത്രമാണ്. 9 വിരലുകളാണ് നഷ്ടമായത്. ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പൊ ക്ലിനിക്കിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണവും ആ കുടുംബത്തിന്